ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് VLCCൻ്റെ പപ്പായ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് കേട്ടോ. ശരിക്കും ഞാൻ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ പേളുണ്ട്, ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ. അപ്പം ഞാൻ പപ്പായയുടെയാണ് എടുത്തിരിക്കുന്നത്. നോക്കാം നമുക്കിതിൻ്റെ ഉള്ളിൽ എങ്ങനത്തെയാണ് വരുന്നത്. ഒരു ചെറിയ ട്യൂബ് ഉണ്ട് കേട്ടോ, ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാക്കുകളാട്ടോ വരുന്നത്. ശരിക്കും ഇതിൻ്റെ ബാക്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ക്ലെൻസർ, സ്ക്രബ്, അങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്ന രീതി, ഇപ്പോൾ അപ്വേർഡ് ആണെങ്കിൽ അപ്വേർഡ്, അങ്ങനെ സർക്കുലർ മോഷൻ അങ്ങനെ സർക്കുലർ മോഷൻ, അങ്ങനെ എന്തൊക്കെയാണ് നല്ല ക്ലീൻ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 300 ആട്ടോ അതിൽ. പക്ഷെ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 250-ക്കൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഇതിനേക്കാളും കമ്മിയായിരിക്കും കേട്ടോ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഫേസിൽ ഇടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അപ്പം നമ്മൾ ഇനി റെക്കോർഡഡ് വോയിസ് ആയിക്കോട്ടോ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഫേഷ്യൽ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവണം. ഒന്ന് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെച്ചതാണ്. ഒന്നും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് ഫേസ് നന്നായി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് ഒരു ക്ലെൻസറാണ് കേട്ടോ. ക്ലെൻസർ പ്ലസ് ടോണറാണ് ഫസ്റ്റ് പാക്ക് വരുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ഫേസ് ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് നല്ല ഒരു സർക്കുലർ മോഷനിൽ മസാജ് കൊടുക്കുക. അത് നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫേഷ്യലിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ സലൂണിൽ പോയാലും ഫസ്റ്റ് നമ്മൾ ക്ലെൻസറാട്ടോ ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പപ്പായ സീഡ് സ്ക്രബ് ആട്ടോ. സ്ക്രബ് ആയതുകൊണ്ട് തന്നെ ഇത് ലേശം തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഫേസിൽ ഒരു 2-3 മിനിറ്റ് ഒരു സ്പ്രിങ് രൂപത്തിൽ, അതായത് സ്പ്രിങ് പോലെ ജസ്റ്റ് ഇങ്ങനെ 2 ചീക്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് കുക്കുംബർ ജെല്ലാട്ടോ. ഇതിൽ വാട്ടർ മെലനും ക്യുക്കുംബർ എക്സ്ട്രാക്ട്സും ഉള്ളത്. ഇത് നമ്മൾ അലോവേര യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര സൂത്തനിങ് കിട്ടൂലേ എന്ന പോലെ ഇത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫേസ് ഭയങ്കര റേഡിയൻ്റ് ആയിട്ടും ബ്ലെമിഷസ് ഒക്കെ കമ്മിയാക്കും ഈ ഒരു ജെല്ല്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിനെ ഈ ഒരു ജെല്ല് കൂളാക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ജെല്ല് കംപ്ലീറ്റ് ആയിട്ടും അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഒരു പീച്ച് മസാജ് ക്രീമാണ് കേട്ടോ വരുന്നത്. ഇതിൽ കൊക്കോ ബട്ടറും ഒലീവ് ഓയിലാണ് ഉള്ളത്. ഇത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡിറ്റോസിഫൈ ആവാനും അതുപോലെ തന്നെ റിജുവനേറ്റ് ആയി വെക്കാനും ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതും സർക്കുലർ മോഷനിലും അപ്വേർഡായിട്ടാണ് മസാജ് കൊടുക്കേണ്ടത്. ഇതും ഒരു കോൾഡ് വാട്ടർ വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയണം ഒരു 2 to 3 മിനിറ്റ്സ് വെച്ച ശേഷം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് വരുന്ന ഒരു ഓറഞ്ച് ആൻറ്റി ടാൻ പാക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിലുള്ള ടാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റായ രീതിയിൽ വേണം കൊടുക്കാൻ. എൻ്റെ വീഡിയോ സ്പീഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റായി തോന്നുന്നത്. ആക്നെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ വളരെ സോഫ്റ്റായ രീതിയിൽ മാത്രം മസാജ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പാക്കിന് മസാജ് കൊടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ്സ് വെച്ച ശേഷം വൈപ്പ് ഓഫ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഉണ്ട് ഈ ഒരു പാക്കിൽ, അതും കൂടി ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിതാ ഫേഷ്യലൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നു, നമ്മളിപ്പോൾ സലൂണിൽ പോയാലും ഏത് ഫേഷ്യൽ ചെയ്താലും അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് അറിയൊന്നുമില്ല. നമ്മുടെ ഫേസ് ഭയങ്കര ക്ലെൻസ് ആയി വെക്കും. അതിപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും ഫേസ് ഒന്ന് ക്ലെൻസ് ആയി ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കും ഇതിൻ്റെ ഒരു ചേഞ്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം, നന്നായിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഫേഷ്യൽ കിറ്റൊക്കെയാണ്. നമുക്ക് അതിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ. സോ എനിക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, കൊള്ളാം. ഫേസ് എന്തായാലും നല്ലൊരു ചെറിയൊരു ക്ലെൻസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്കിൻ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ. സോ എന്തായാലും ഞാൻ ഹാപ്പിയാണ്.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു ഓൾ.